ഗോൾവേ, ലിമറിക്, ഡബ്ലിൻ, കോർക്ക് എന്നീ കൗണ്ടുകളിലാണ് മേജറായിട്ടും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 500-ലേറെ വേക്കൻസീസ് ആണ് നഴ്സുമാർക്കുള്ളത്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. 33,000 തുടങ്ങിയിട്ട് 55,000 യൂറോ ആണ് സാലറി വരുന്നത് ഒരു വർഷം. അതുപോലെ തന്നെ 20 to 23 യൂറോ പെർ അവർ ആണ് ബേസിക് പേ വരുന്നത്. ബെനിഫിറ്റ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ലീവ്, പെൻഷൻ, റീലൊക്കേഷൻ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ 2 എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ പിന്ന് കിട്ടത്തുള്ളൂ. സോ വൺസ് ആ ഒരു പിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങൾ ഏജൻസിക്കാർക്കൊന്നും വെറുതെ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഏജൻസീസ് ഉണ്ട് തട്ടിപ്പ് ചെയ്യുന്ന. അങ്ങനെ ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. നഴ്സുമാർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ പൈസ കൊടുത്താൽ തന്നെ നമുക്കതൊക്കെ റീഇംബേഴ്സ് ചെയ്തവർ തരുന്നതായിരിക്കും ഗവൺമെന്റ്. ഇനി എന്തുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്യണം? ഇവിടെ ഹൈ ഡിമാൻഡ് ഫോർ നഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് സാലറിയും ബെനിഫിറ്റ്സും വരുന്നുണ്ട്. ഈയുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒത്തിരി ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അയർലൻഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഹലോ ഗൈസ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിലേക്ക് നഴ്സുമാർക്ക് റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആയിട്ടുണ്ട് 2026 അപ്ഡേറ്റ് പ്രകാരം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അനച്ച് മേരി. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അയർലൻഡിൽ വേക്കൻസി ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2026 അപ്ഡേറ്റ് പ്രകാരം ഒരുപാട് വേക്കൻസീസ് അയർലൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി നഴ്സുമാർക്ക്. ഗോൾവേ, ലിമറിക്, ഡബ്ലിൻ, കോർക്ക് എന്നീ കൗണ്ടികളിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 500-ന് മേലിൽ വേക്കൻസീസ് ആണ് നഴ്സുമാർക്കുള്ളത്. വേക്കൻസീസ് ഉള്ള മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാഫ് നഴ്സുമാർക്കുണ്ട്, ക്ലിനിക്കൽ നഴ്സ് മാനേജർമാർക്കുണ്ട്, അതുപോലെ തന്നെ പീഡിയാട്രിക് നഴ്സ്, മെന്റൽ ഹെൽത്ത് നഴ്സ്, സ്പെഷ്യലൈസ്ഡ് നഴ്സ്, ഇവർക്കൊക്കെയാണ് വേക്കൻസീസ് ഉള്ളത്. വേക്കൻസീസ് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പബ്ലിക് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ നഴ്സിംഗ് ഹോംസിലുമാണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് സാലറി എന്തോരം വരുമെന്ന് നോക്കാം. 33,000 തുടങ്ങിയിട്ട് 55,000 യൂറോ ആണ് സാലറി വരുന്നത് ഒരു വർഷം. അതുപോലെ തന്നെ 20 to 23 യൂറോ പെർ അവർ ആണ് ബേസിക് പേ വരുന്നത്. സീനിയർ നഴ്സുമാർക്ക് 60,000-ന് മേളിൽ യൂറോ ഒരു വർഷം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബെനിഫിറ്റ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ലീവ്, പെൻഷൻ, റീലൊക്കേഷൻ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. IELTS അല്ലെങ്കിൽ OET ക്ലിയർ ചെയ്യണം. ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഞാൻ പറയാം. IELTSന് 7 വേണം, ഇൻഡിവിജ്വലി 7 സ്കോർ വേണം. അതുപോലെ തന്നെ OETക്ക് ഓവറോൾ B വേണം, ഇൻഡിവിജ്വലി B വേണം. ഇനി നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. IELTS അല്ലെങ്കിൽ OET ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിക്വയർഡ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് ചെയ്യുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ കോഴ്സ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. കൂടുതലും ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനേക്കാളും അഡാപ്റ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയറിയും വരുന്നുണ്ട്, പ്രാക്ടിക്കലും വരുന്നുണ്ട്. സോ തിയറി എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം പാസ്സായാലും മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ 2 എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ പിന്ന് കിട്ടത്തുള്ളൂ. സോ വൺസ് ആ ഒരു പിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അഡാപ്റ്റേഷൻ വരുന്നത് 6 വീക്സ് ആണ്. അപ്പം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണോ അപ്പോൾ ആ ഒരു എംപ്ലോയർ ആണ് നമുക്ക് ഈ പറയുന്ന പോലെ അഡാപ്റ്റേഷൻ കോഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. 6 വീക്സ് ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ അസസ് ചെയ്യും. നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ, നമ്മുടെ ലാംഗ്വേജ് സ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യും. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പറയുന്നത് നമ്മൾ HSC ഹോസ്പിറ്റൽസ് എന്നാണ്. അപ്പോൾ ഒരുപാട് ഏജൻസീസ് ഉണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതായിട്ട്. നിങ്ങൾ ഏജൻസിക്കാർക്കൊന്നും വെറുതെ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഏജൻസീസ് ഉണ്ട് തട്ടിപ്പ് ചെയ്യുന്ന. അങ്ങനെ ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. നഴ്സുമാർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ പൈസ കൊടുത്താൽ തന്നെ നമുക്കതൊക്കെ റീഇംബേഴ്സ് ചെയ്തവർ തരുന്നതായിരിക്കും ഗവൺമെന്റ്. കുറച്ച് ഏജൻസീസിന്റെ പേര് ഞാൻ പറയാം. CPL ഹെൽത്ത് കെയർ, KCR, അതുപോലെ തന്നെ HSC അയർലൻഡ്, പിന്നെ FRS റിക്രൂട്ട്മെന്റ്, അങ്ങനെ കുറച്ച് ഏജൻസീസ് വരുന്നുണ്ട്. അപ്പൊ ഏജൻസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഏജൻസീസ് ആണ് നമുക്ക് ഇന്റർവ്യൂസും അതുപോലെ തന്നെ ജോബ് പ്ലേസ്മെന്റും വിസ പ്രോസസിംഗും ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ IELTS അല്ലെങ്കിൽ OET ക്ലിയർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് NMBL പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നഴ്സസ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് ആണ് NMBI. സോ ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഡിസിഷൻ ലെറ്റർ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. സോ ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂസിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എംപ്ലോയർ ജോബ് ഓഫർ തരും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വർക്ക് പെർമിറ്റും കൂടെ അവർ തരും.
വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്യാം. അതിന് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ DL കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഡിസിഷൻ ലെറ്റർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഒട്ടും മിസ്സാക്കി കളയരുത്. ഇനി എന്തുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്യണം? ഇവിടെ ഹൈ ഡിമാൻഡ് ഫോർ നഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ അട്രാക്റ്റീവ് സാലറിയും ബെനിഫിറ്റ്സും വരുന്നുണ്ട്. EU ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒത്തിരി ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അയർലൻഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കുറച്ച് നാളത്തേക്ക് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, പക്ഷേ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കി കളയരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നഴ്സുമാരായിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇന്റർവ്യൂസിന് അപ്പിയർ ചെയ്യുക. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.